ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ രാവിലെ എണീറ്റ് എല്ലാം ചെയ്യാമെന്ന്. പണികൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുമ്പോൾ ബോറടിക്കില്ലേ. രാവിലെ റാഗിപ്പുട്ടും പിന്നെ അതേപോലെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പുട്ട് നമ്മൾ ഉതിർപ്പുട്ടാണ് ഉണ്ടാക്കുക. കുറ്റിയിലാകുമ്പോൾ നമ്മൾ പകുതി പകുതി വെച്ച് ഉണ്ടാക്കണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് പണി തീരും. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു എഫേർട്ടിൽ റാഗിപ്പുട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. പുട്ടിന് വേണ്ടി ഇങ്ങനെ വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ കറിയും കൂടെ ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കറി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ എല്ലാ പണിയും നോക്കണമല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോക്കുമ്പം എല്ലാം കൂടെ ഒരുപാടുള്ള പോലെ തോന്നി. ഇതാകുമ്പോൾ നമുക്ക് പാത്രം മാത്രം കഴുകി വെച്ചാൽ മതി, ബാക്കി ക്ലീൻ ആയിരുന്നോളും. ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴേക്കും പുട്ട് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇത് ആവിയിലുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം കൈക്ക് ആവി എടുക്കും. പൊള്ളുക, കത്തി കൊണ്ട് മുറിയുക, ഇതൊക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പുട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഒരു ചായ എടുത്ത് ഉമ്മറത്ത് വന്നിരുന്നു കേട്ടോ. പക്ഷെ എന്താ കാണാൻ ഒന്നുമില്ല. നമുക്കാകെ മൊന്തയും കാടുമാണ് നമ്മുടെ ഏരിയ വന്നിട്ട്. പിന്നെ വെറുതെ ഒരു രസം ഉമ്മറത്ത് വന്നിരുന്ന് ചായ കുടിക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഫോൺ കണ്ടിട്ട് കുറേ റീൽസും ഷോർട്സൊക്കെ ഒന്നും കണ്ട് ഗോസിപ്പ് പറയും കേട്ടോ. ഈ നേരം കൊണ്ട് ചേച്ചി അമ്മയും കൂടെ റെഡിയാവും. മൂന്നാളും പോണ ആൾക്കാരാണ്. എനിക്ക് പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ വീട്ടിലിരിക്കും. ബിഗ് ബോസ് രാവിലെ എൻ്റെ വീട്ടില് ബിഗ് ബോസിന്റെ അടി. ബിഗ് ബോസിൻ്റെ ഫാൻ അല്ലെങ്കിൽ കൂടെ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് നല്ല സംസാരിക്കാറുണ്ട് രാവിലെ. പിന്നെ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മ നേരത്തെ പോയി. ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ ഞാൻ ടാറ്റ കൊടുക്കില്ല, എൻ്റെ പതിവാണ്. എത്ര വയ്യെങ്കിൽ കൂടെ നമ്മൾ ഉമ്മർത്ത് വന്നിട്ട് ഞാൻ എല്ലാവർക്കും ടാറ്റ കൊടുക്കും കേട്ടോ. കാരണം എല്ലാവരും പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതല്ലേ. പിന്നെ ഇത് വന്നിട്ട് അച്ഛൻ്റെ വേറൊരു ആശ്വാസമാണ്. ഞാൻ 5-10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കയ്യിൽ കാശുണ്ടാവും എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. എന്താ ചെയ്യുക, അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്കാവെങ്കിലും ഇറ്റ്സ് ഓക്കെ. നമുക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി കുറച്ച് നേരം കടന്നുറങ്ങലാണ് പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 10-11 മണി വരെ നമ്മൾ കടന്നുറങ്ങും ഗൈസ്. ടാറ്റ ബൈ.